വേനൽ ചൂടിൽ റമദാൻ വ്രതം ആരംഭിച്ചതോടെ ഈത്തപ്പഴ വിപണിയിൽ തിരക്കേറുകയാണ്. വിലയിലും ഗുണത്തിലും സ്വാദിലും വൈവിധ്യമായ വ്യത്യസ്തമായ ഇനങ്ങളാണ് ഇത്തവണ വിപണിയിലുള്ളത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈത്തപ്പഴങ്ങൾക്ക് വില കൂടുതലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഏറ്റവും വില കൂടുതലുള്ള പഴം ജോർദാന്റെ മജ്ദൂലും സൗദിയുടെ അജുവയുമാണ്. അജുവയുടെ വില 900 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ മജ്ദൂലിന് 1 കിലോയ്ക്ക് 1200 രൂപയാണ് വില. മറിയം 900, മബ്റൂം 800, സഫാവി 900, സുക്കരി 400, മഷ്റൂഖ് 400, സവാദ് 650, അൾജീരിയ 250, ഇറാൻ 300 എന്നിങ്ങനെയാണ് വില. നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന കാരയ്ക്കയ്ക്ക് 300 രൂപ മുതൽ വില ആരംഭിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ങാവുന്ന വിലയ്ക്ക് ലഭിക്കുന്ന ഇറാന്റെ ഇടത്തരം പഴങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. എന്നാൽ ഇത്തവണ ഇറാൻ ഈത്തപ്പഴങ്ങൾക്കും വില കൂടുതലാണെന്നാണ് കണ്ണൂർ നഗരത്തിലെ വ്യാപാരികൾ പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈത്തപ്പഴം ഇറക്കുമതി കുറഞ്ഞതാണ് ഇറാൻ പഴങ്ങൾക്ക് വില കൂടാൻ കാരണമായത്. ഇറാൻ, അൾജീരിയ, ടുണീഷ്യ, സൗദി, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈത്തപ്പഴം പ്രധാനമായും വിപണിയിലെത്തുന്നത്. രാജസ്ഥാനിൽ നിന്നാണ് കാരയ്ക്ക കൂടുതലെത്തുന്നത്. നോമ്പ് തുറക്കാൻ ഒഴിച്ചുകൂടാത്ത വിഭവമായതിനാൽ ഈത്തപ്പഴ വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. മുൻവർഷത്തേക്കാൾ ഈത്തപ്പഴത്തിന് വില കൂടിയിട്ടും കച്ചവടത്തിന് കുറവില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പലരും 5 കിലോ പെട്ടിയാണ് വാങ്ങുന്നത്. 3 കിലോ പെട്ടികളും ലഭ്യമാണ്. വിവിധ പള്ളി കമ്മിറ്റികളും സംഘടനകളും ഇഫ്താർ സംഘടിപ്പിക്കുന്നതിനാൽ കൂടുതൽ വാങ്ങുമ്പോൾ വിലക്കുറവ് ലഭിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിനൊപ്പം കശുവണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, അത്തിപ്പഴം എന്നിവയ്ക്കും കൂടുതൽ ആവശ്യക്കാരുണ്ട്. ആപ്രിക്കോട്ട, ബദാം, ചെറീസ്, കിവി, അത്തിപ്പഴം എന്നിവയ്ക്കാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ കൂടുതൽ ആവശ്യക്കാരുള്ളത്. ക്യാമറാമാൻ ആദർശ് കല്യാശ്ശേരിക്കൊപ്പം നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്.